ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. വയനാടിൻ്റെ മലമടക്കിൽ 2 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഇത്തവണ ഭരണപക്ഷത്തേക്ക് വരണമെന്ന ഒറ്റക്കെട്ടായുള്ള വികാരമാണ്. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് അവസാന അസ്ത്രവും പുറത്തെടുത്ത് CPM-നെ പരാജയപ്പെടുത്തി അനന്തപത്മനാഭൻ്റെയും അയ്യങ്കാളിയുടെയും മണ്ണിൽ ഇത്തവണ വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ കസേരയിൽ ഇരുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. 140 മണ്ഡലങ്ങളിലും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും വിജയിപ്പിക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം. ആ ഫലം തന്നെയാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തിയും. മുമ്പത്തെ പോലെയല്ല, നേതാക്കൾ ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഒരേ മെയ്യോടുകൂടിയാണ് പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങുന്നത്. ജനുവരി അവസാനത്തോടുകൂടി ഫെബ്രുവരി ആദ്യത്തോടുകൂടി പകുതിയോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ചില സിറ്റിംഗ് MLA-മാർക്കൊഴികെ ബാക്കി എല്ലാവർക്കും സീറ്റ് കൊടുക്കും. കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച ഒരുത്തനൊഴികെ ബാക്കി എല്ലാവരും ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് KPCC-യിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ലക്ഷ്യം വലുതാണ്. 10 വർഷമായി പ്രതിപക്ഷത്തുള്ള കേരളത്തിൽ ഭരണപക്ഷത്തേക്ക് എത്തുക, അതോടൊപ്പം തന്നെ സംഘടനാപരമായി കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കേവല ഭൂരിപക്ഷത്തേക്ക് ഒറ്റയ്ക്ക് നടന്നെടുക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യവും. കാരണം ഘടകകക്ഷികളുടെ വിലപേശലെല്ലാം അല്പം കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ഭരണം പിടിക്കാൻ ഒരേ മനസ്സോടുകൂടി കോൺഗ്രസ് പോരാടുമ്പോൾ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും പുതിയ തന്ത്രങ്ങൾ മെനയാനുള്ള വേദിയായി കോൺഗ്രസ് കാണുന്നത്. എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ, എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ, ഏതെല്ലാം മണ്ഡലമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്, ഏതെല്ലാം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും, കാസർകോട്ടെ മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളുടെ സമഗ്ര ചിത്രവും വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിൽ നടക്കുന്ന ചർച്ചകളും എന്തായിരിക്കും വിശദമായി പരിശോധിക്കാം. PS സൗവർണിക കൂടെയുണ്ട്. കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ? അല്ല, നമുക്കറിയാം 10 വർഷമായി പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. ഇപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാകും. കാര്യം നമുക്കറിയാം, ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയായിരുന്നു കോൺഗ്രസിന്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പടല പിണക്കങ്ങൾ ഉണ്ടാകുന്നതും വിമതന്മാർ ഉണ്ടാകുന്നതൊക്കെ കോൺഗ്രസിനാണ്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ ഒത്തൊരുമയോടെ സ്ഥാനാർത്ഥികൾ ആദ്യം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു, അതിൽ ധാരണയുണ്ടാകുന്നു, വ്യക്തമായ പ്ലാൻ ഉണ്ടാകുന്നു. ഇതിനൊക്കെ അപ്പുറം വ്യക്തമായ ഒരു ഐക്യം ഉണ്ടാകുന്നു. എല്ലാ കാര്യത്തിലും നല്ല നിലപാടുകൾ, ഉറച്ച നിലപാടുകൾ, മാതൃകാപരമായ നിലപാടുകൾ, വ്യക്തമായ രാഷ്ട്രീയം പറയുമ്പോഴും അവിടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നേതാക്കളും പ്രവർത്തകരും ഒരേപോലെ നിൽക്കുന്നു. ചുമതല KPCC പുതിയൊരു സംഘടന, KPCC-യുടെ പുതിയ ഭാരവാഹി പട്ടിക വരുമ്പോൾ വലുതാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്ക് മുന്നിൽ നേതാക്കൾ അല്ലെങ്കിൽ നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ അണികളെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും മണ്ഡലങ്ങൾ തിരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ വ്യക്തമായ രീതിയിലുള്ള പ്ലാനോട് കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കണ്ടത് അല്ലെങ്കിൽ UDF കണ്ടത്. അതിന്റെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. അതിൽ നിന്ന് പിന്നീട് തങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ വിജയിക്കുമെന്ന ഒരു തലത്തിലേക്ക് എത്തും സാധാരണഗതിയിൽ. പക്ഷെ ഇവിടെ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് വിശ്രമിക്കുന്നില്ല. കോൺഗ്രസ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കാര്യം അവർക്കറിയാം, ഇനിയും മുന്നോട്ട് പോയേ പറ്റൂ. തങ്ങൾക്ക് കിട്ടിയ വിജയം തങ്ങൾക്ക് അർഹിക്കുന്നതാണെങ്കിൽ പോലും ഇനിയും പരിശ്രമിക്കണം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനാകില്ല. ഈ വിജയം കണ്ട് ആനന്ദിച്ചിരുന്നാൽ തങ്ങൾക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാനാകില്ല എന്ന് UDF-നും കോൺഗ്രസിനും ഉറച്ച വിശ്വാസമുണ്ട്. അതിൻ്റെ പേരിലാണ്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയണം. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആന്റണി രാജുവിന് എതിരെ ഉണ്ടായ കേസ് അല്ലെങ്കിൽ ജെട്ടി വിവാദം വരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ച് വോട്ടാകാൻ കഴിയണം എന്നുള്ള ഒരു കാര്യം, ഒരു ദൃഢനിശ്ചയം കോൺഗ്രസിനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഐക്യത്തോടെ സ്ഥാനാർത്ഥികളെല്ലാം നേരത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ ചർച്ച തുടങ്ങിയാൽ മാത്രമേ ഈ മാസം അവസാനത്തോടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയൂ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ലക്ഷ്യങ്ങളുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് കോട്ടകളെന്ന് വിശേഷിപ്പിച്ചിരുന്നത് പലതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പൊളിഞ്ഞത് കണ്ടു. അതുപോലെ കോട്ടകളെന്ന് വിശ്വസിപ്പിക്കുന്ന നിയോജക മണ്ഡലങ്ങൾ പോലും പിടിച്ചെടുക്കണമെന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്.
തീർച്ചയായും കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങൾ 14 ജില്ലകളിലെ 140 മണ്ഡലങ്ങളിൽ ഉജ്ജ്വല വിജയം നേടുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് സീറ്റുകളില്ലാത്ത ജില്ലയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരും ഉദുമ കാഞ്ഞങ്ങാട് ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. അതായത് തൃക്കരിപ്പൂരും ഉദുമയും ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. തൃക്കരിപ്പൂർ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം മത്സരിച്ച സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജോമോൻ ജോസിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. തൊട്ടപ്പുറം കണ്ണൂരേക്ക് വരുമ്പോൾ കണ്ണൂരിൽ കേവലം 2 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നത്. എക്കാലത്തും കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായ ഇരിക്കൂർ, അവിടെ കെ സി ജോസഫ് പതിറ്റാണ്ടുകൾ 25 വർഷത്തോളം ഏകദേശം അവിടെ ജനപ്രതിനിധിയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം സജീവ് ജോസഫ് ജയിച്ചു. പിന്നെ കെ പി സി അധ്യക്ഷന്റെ മണ്ഡലമായ പേരാവൂർ, ഇത് കോൺഗ്രസിന് എക്കാലത്തും തുറക്കുന്ന മണ്ണാണ്. ഏത് ഇടതു തരംഗം ആഞ്ഞടിക്കുമ്പോഴും പേരാവൂറും ഇരിക്കൂറും എന്നും കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു മണ്ണാണ്. അവിടെ ഇത്തവണ കണ്ണൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഒരു മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ കണ്ണൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അപ്പോൾ കണ്ണൂരേക്ക് ഇനിയിപ്പോൾ കെ സുധാകരൻ വരുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കെ സുധാകരന്റെ സ്വാധീനം എത്രത്തോളം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഗുണകരമാകും കോൺഗ്രസിന്? അവിടെ കടന്നപ്പള്ളി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കടന്നപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതികൂലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. കാരണം മുൻ കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് കടന്നപ്പള്ളി. കോൺഗ്രസിന്റെ സാധാരണക്കാരായ അതൊരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവർത്തകന്മാരുമായി ഇപ്പോഴും ആത്മബന്ധം സൂക്ഷിക്കുന്ന ഇടതുപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് എതിരഭിപ്രായമില്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായിരിക്കും. കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി തന്നെയായിരിക്കും ഇത്തവണ കണ്ണൂരിൽ മത്സരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിക്കുമോ മത്സരിക്കേണ്ടെന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ട ഹൈക്കമാൻഡാണ്. കാരണം എം പിമാർക്ക് എല്ലാവർക്കും മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത്തരത്തിൽ എം പിമാർ മത്സരിക്കുന്നതിനോട് ഹൈക്കമാൻഡ് അനുകൂല തീരുമാനം എടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1-2 ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ഇളവ് നൽകുമെന്നല്ലാതെ മറ്റുള്ള ആളുകൾക്കൊന്നും മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ ഇപ്പോൾ കാണുന്നില്ല. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. നാദാപുരം, കൊയിലാണ്ടി, അതോടൊപ്പം തന്നെ പേരാമ്പ്ര, തിരുവമ്പാടി, കോഴിക്കോട് നോർത്ത്, ഇതൊക്കെ കോൺഗ്രസ്. തിരുവമ്പാടിയും പേരാമ്പ്രയിലും മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ സീറ്റ് വെച്ച് മാറിയാൽ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കൊയിലാണ്ടി വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കോഴിക്കോട് നോർത്ത് കോൺഗ്രസിന് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. തരത്തിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. മലപ്പുറത്തേക്ക് വരുമ്പോൾ നിലമ്പൂരിൽ വണ്ടൂരിലും കോൺഗ്രസ് ജയം ഉറപ്പിച്ചതാണ്. തവനൂരും പൊന്നാനിയും അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. തൊട്ടപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ ചാലക്കുടി മാത്രമാണ് ജയിക്കാൻ കഴിയുന്നത്. ചാലക്കുടിക്ക് അപ്പുറത്തേക്ക് ചില തൃശ്ശൂർ, ഒല്ലൂർ, മണലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയും. നാട്ടിക തുടങ്ങി കൊടുങ്ങല്ലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. കയ്പമംഗലത്ത് ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്. തൊട്ടപ്പുറം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണ പാലക്കാട് മാത്രമാണ് ജയിച്ചത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കെ അച്യുതൻ മാത്രം ജയിച്ചു വന്ന ചിറ്റൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. ചിറ്റൂരും പട്ടാമ്പി സി പി മുഹമ്മദ് തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ പട്ടാമ്പി മണ്ഡലം. പട്ടാമ്പി, ചിറ്റൂർ, പാലക്കാട്, കോങ്ങാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയും. എറണാകുളത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ നഷ്ടമായ വൈപ്പിനും അതോടൊപ്പം തന്നെ കൊച്ചിയും തൊട്ടുപുറത്തെ മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരിയും കോതമംഗലവും പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. ആലപ്പുഴയിൽ ഹരിപ്പാട് ഒഴികെ ഒരു മണ്ഡലവും കോൺഗ്രസിൻ്റെ കയ്യിലില്ല. കോട്ടയത്ത് മണ്ഡലങ്ങൾ കൂടുതൽ ജയിക്കാൻ കഴിയും. ഇടുക്കിയിൽ കോൺഗ്രസിന് കൂടുതൽ നിലവിൽ ഒറ്റ സീറ്റുമില്ല. ഇടുക്കിയിൽ കൂടുതൽ സീറ്റുകളിലേക്ക് ജയിക്കാൻ കഴിയും. ഇടുക്കി തൊടുപുഴ പി ജെ ജോസഫ് ആയിരിക്കും മത്സരിക്കുക. തൊടുപുഴയ്ക്ക് പുറമെ ഇടുക്കി, ഉടുമ്പൻചോല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസിന് ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. തൊട്ടപ്പുറം വീണ്ടും നമ്മൾ പോകുമ്പോൾ പത്തനംതിട്ടയിൽ കോന്നി, റാന്നി ഉൾപ്പെടെ ആറന്മുള ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. നിലവിൽ ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട. കൊല്ലത്തേക്ക് വരുമ്പോൾ കരുനാഗപ്പള്ളിയും കുണ്ടറയും ഒഴിച്ച് ബാക്കി ഒരു മണ്ഡലത്തിലും കോൺഗ്രസിന് ജനപ്രതിനിധിയില്ല. പുനലൂര്, അതോടൊപ്പം തന്നെ കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഇരവിപുരത്ത് കോൺഗ്രസ് ചിലപ്പോൾ മണ്ഡലം ഏറ്റെടുത്താൽ ഇരവിപുരം പിടിച്ചെടുക്കാൻ കഴിയും. അവിടെ RSP തന്നെ മത്സരിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് കൃത്യമായി കോൺഗ്രസാണ് തീരുമാനിക്കേണ്ടത്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കോവളത്ത് മാത്രമാണ് കോൺഗ്രസ് MLA നെയ്യാറ്റിങ്കര, പാറശാല, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ കാട്ടാക്കട, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങൾ. ആറ്റിങ്ങൽ ഒരു മത്സരം കാഴ്ചവെക്കാനും ഒരുപക്ഷെ വേണമെങ്കിൽ ഈ ട്രെൻഡിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇത്തരത്തിൽ നിരവധിയായ മണ്ഡലങ്ങൾ, വർക്കല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. എന്തായാലും അവിടെയെല്ലാം കോൺഗ്രസ് മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മികച്ച പോരാട്ടം നടത്തി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു കയറാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാകണം, സ്ഥാനാർത്ഥി നിർണ്ണയം ഏത് രൂപത്തിലാകണം, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും അതിൻ്റെ എങ്ങനെ മണ്ഡലങ്ങളിൽ ഇംപ്ലിമെൻ്റ് ആക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലക്ഷ്യയിൽ ചർച്ച ചെയ്യും. എന്തായാലും വയനാട്ടിൽ നിന്ന് നേതാക്കൾ തിരികെ വരുമ്പോൾ പുതിയ ഊർജ്ജത്തോടു കൂടി, പുതിയ ലക്ഷ്യത്തോടു കൂടി, പുതിയ ദൗത്യവുമായാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇന്ദിരാഭവനിലേക്കും അവരുടെ മണ്ഡലങ്ങളിലേക്കും എത്താൻ പോകുന്നത്.